കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പീരീഡ്സൊക്കെ അറ്റൈൻ ചെയ്ത് ആ ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടീനേജ് എന്ന് പറയുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ ഏറ്റവും കൺസേൺ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ് അവരുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് പിമ്പിൾസ് ഒരുപാട് വരിക. അതുപോലെ ചില പിമ്പിൾസ് പെയിൻ ഉണ്ടാവും, ചിലത് നല്ല റെഡായിരിക്കും. അപ്പോൾ അത് പൊട്ടിയിട്ട് അതുണ്ടാവുന്ന സ്കാറ്. അപ്പോൾ അങ്ങനത്തെ കുറേ കൺസേൺസ് പെൺകുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും മരുന്നിൻ്റെ ആവശ്യമുണ്ടോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടീനേജിൽ ഉണ്ടാവുന്ന ഒരു ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്കിൻ ചേഞ്ചസ് ആണ് ഇതൊക്കെ. ആ ഒരു പിമ്പിൾസും ആ ഒരു ഹോർമോണൽ ചേഞ്ച് അവരിൽ നോർമലായിട്ട് ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതെന്തുകൊണ്ട് എല്ലാ കുട്ടികൾക്കും വരുന്നില്ല, അല്ലെങ്കിൽ ചിലർക്ക് അത് കൂടുതലായിട്ട് വരുന്നു, അത് ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ചാണ് ആ ഒരു ചേഞ്ചസ് വരുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ചില കുട്ടികൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾസ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ചെറിയ ചെറിയ പിമ്പിൾസ് ആയിരിക്കും, അതേ പെയിനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾസ് മിക്കവാറും കുട്ടികൾ അവരത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് സ്കാറാവും. അപ്പോൾ അങ്ങനത്തെ കൺസേൺസ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഡയറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്, അപ്പോൾ ഇങ്ങനെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഡയറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന്, കുട്ടികൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ്, ഒരുപാട് ഓയിലി ഫുഡ്സ് കഴിക്കുന്ന കുട്ടികൾ നമ്മൾ ഈ സ്കിൻ ഒത്തിരി ഓയിലി ആവാനും അതുപോലെ ഒരുപാട് പിമ്പിൾസ് വരാനുമുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ഒരുപാട് കോസ്മെറ്റിക്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ അവരുടെ സ്കിൻ നേച്ചർ ശ്രദ്ധിക്കാതെ, അതായത് ഇപ്പം ഓയിലി ആണോ ഡ്രൈ ആണോ നോർമലാണോ അതൊന്നും ശ്രദ്ധിക്കാതെ അവർ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വന്നെന്നിരിക്കാം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് സ്കിന്നിൽ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുക നന്നായിട്ട്. അപ്പം ഏറ്റവും കൂടുതൽ സ്കിന്നിൽ പിമ്പിൾസ് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പോർസ് പ്രോപ്പർലി ക്ലീൻ ആവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പോർസ് എപ്പോഴും അടഞ്ഞു പോകുന്നതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾസൊക്കെ വരുന്നത്. മാക്സിമം ഫ്ലൂയിഡ് ഇൻടേക്ക്, നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സ്കിൻ ചേഞ്ചസിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഈ പറഞ്ഞ പോലെ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കുന്ന കുട്ടികളിൽ പൊതുവേ പിമ്പിൾസ് വരുന്നത് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ഡയറ്റ് റെഗുലേറ്റ് ചെയ്ത് നോക്കുക, അതുപോലെ അവരുടെ വാട്ടർ ഇൻടേക്ക് ഒന്ന് നോർമലൈസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അവരെന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള കോസ്മെറ്റിക്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടും അത് നമുക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് നാളത്തേക്ക് മേ ബി ഒരു 1 or 2 weeks അല്ലെങ്കിൽ മാക്സിമം ഒരു 3 weeks വരെ ചിലപ്പോൾ എന്തെങ്കിലും ഇൻറ്റേർണൽ മെഡിസിൻസ് എന്തെങ്കിലും എടുക്കേണ്ടി വന്നെന്നിരിക്കും. അതുപോലെ തന്നെ ഫേസ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമ്പോൾ കുട്ടികൾ ചെയ്യുന്നതാണ്, ഒരുപാട് പ്രാവശ്യം ഫേസ് വെറുതെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ സ്കിന്നിന് നോർമലി ഒരു ലൂബ്രിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴുകുമ്പോൾ ആ ഒരു നോർമൽ ടെക്സ്ചർ മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗുണത്തിനേക്കാളിലേറെ ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും സ്കിന്നിന് ആ ഒരു ചെറിയ, പ്രത്യേകിച്ച് ഇപ്പം മെനാർക്കൊക്കെ അറ്റൈൻ ചെയ്ത കുട്ടികളാണ്, തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ കഴിവതും കോസ്മെറ്റിക്സ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. അവരുടെ സ്കിന്നൊക്കെ ഒന്ന് മെച്യൂറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ആവശ്യമില്ലാത്ത കോസ്മെറ്റിക്സ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അതിന് അവരുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള കോസ്മെറ്റിക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവരുടെ ഡയറ്റിൽ കൊണ്ടുവരിക. അവരുടെ വാട്ടർ ഇൻടേക്ക്, ഇപ്പോൾ പൊതുവേ കുട്ടികളിൽ കണ്ടുവരുന്നതാണ് അവർ വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പം ആ വെള്ളം കുടിക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ വെള്ളം പ്രോപ്പർലി വാട്ടർ ഇൻടേക്ക് പ്രോപ്പർ ആക്കുക എന്നുള്ളത് കുട്ടികൾക്ക് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് നോക്കിയിട്ടും
അത് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, പിമ്പിൾസ് വലുതാവുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആവുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാതെ ഓവർ ദ കൗണ്ടർ എന്തെങ്കിലും മെഡിസിൻസ് വാങ്ങിച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം വാങ്ങിച്ച് അപ്ലൈ ചെയ്യുക, അതൊരിക്കലും ചെയ്യരുത്. അപ്പം ഇങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്കിൻ ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫേസിൽ വരുന്ന പിമ്പിൾസിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ, അത് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ എന്നല്ല, നമ്മൾ കുറച്ച് ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉള്ളവരിൽ കുറച്ചുകൂടെ സ്കിൻ ചേഞ്ചസ് നമ്മൾ കാണാറുണ്ട്. എസ്പെഷ്യലി PCOD ഉള്ള കുട്ടികളിൽ അവർക്ക് കഴുത്തിൻ്റെ ബാക്കിൽ കറുത്ത് വരിക, അല്ലെങ്കിൽ ഫേസിൽ പല സ്ഥലത്തും കരിവാളിപ്പ് പോലെ ഉണ്ടാവുക. അപ്പോൾ ഫേസിൽ വരുന്ന ഹെയർ ഗ്രോത്ത്, അതുപോലെ അപ്പർ ലിപ്പിലൊക്കെ വരുന്ന ഹെയർ ഗ്രോത്ത്, ചിന്നിലുണ്ടാവും, താടിയിൽ ചിലർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പൊതുവേ അവരുടെ ഫേഷ്യൽ ഹെയർസ് കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ കുട്ടികളിൽ കൺസേൺ ഉണ്ടാക്കുന്ന, കുട്ടികളിൽ ഉണ്ടാകുന്ന കൺസേണിലും കൂടുതൽ അമ്മമാർക്ക് ഇത് വലിയൊരു കൺസേൺ ആണ്. ചില കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കഴുത്തിൻ്റെ ബാക്കിൽ നല്ല കറുപ്പുണ്ടാവും അവർക്ക്. അപ്പോൾ അത് പലരും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹോം റെമഡീസൊക്കെ വെച്ച് ഒരു മാനേജ് ചെയ്യാൻ നോക്കും. പക്ഷെ ഒരു പരിധിക്കപ്പുറം അത് മാറാതെ വരുമ്പോഴാണ് പലപ്പോഴും ഒരു ഡോക്ടറെ കാണാനായിട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മൾ അവരുടെ പീരീഡ്സ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മിക്ക കുട്ടികളിലും അത് ഇറഗുലർ ആയിരിക്കും എന്ന് മാത്രമല്ല, ഇങ്ങനെ വരുന്ന മിക്ക കുട്ടികളും കുറച്ച് അവരുടെ ബോഡി വെയ്റ്റും അവർ കുറച്ചൊരു ഹയർ സൈഡിലായിരിക്കും. നോർമലായിട്ടുള്ള കുട്ടികളിലും വരാറുണ്ട്, പക്ഷേ ഒരു 80 to 90% കേസുകളിലും അവരുടെ ബോഡി വെയ്റ്റും കുറച്ചൊരു ഹയർ സൈഡിലോട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്, പൊതുവേ ഇങ്ങനെ വരുന്ന ചേഞ്ചസ്, അതായത് കഴുത്തിൻ്റെ ബാക്കിലുണ്ടാവുന്ന കരിവാളിപ്പ്, അല്ലെങ്കിൽ ഫേസിൽ പൊതുവേ ഒരു ഡിസ്കളറേഷൻ ഫീൽ ചെയ്യുക, ഫേഷ്യൽ ഹെയർസ് കുറച്ച് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ടിരിക്കുക, ഇത് യൂഷ്വലി അതൊരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അത് ലോക്കലി നമ്മൾ എന്തെങ്കിലും ക്രീം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്താലോ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊള്ളണം എന്നില്ല. പക്ഷേ നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും, ആ ഒരു ഡിസ്കളറേഷനൊക്കെ കുറയുന്ന പോലെ തോന്നും. പക്ഷേ നമ്മളെപ്പം ഈ മെഡിസിൻ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഇത് ഇടുന്നത് നമ്മൾ അവസാനിപ്പിക്കുന്നത്, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ തീരെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് മാറാതെ വരുമ്പോഴാണ് അവരൊരു ഡോക്ടറെ കാണാൻ വരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് മിക്ക കുട്ടികളിലും പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് അവരുടെ ബോഡി വെയ്റ്റ്, അവരുടെ BMI കുറച്ചൊന്ന് റൈസ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും കണ്ടു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണുക. അവരുടെ പീരീഡ്സ് റെഗുലർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആദ്യം റെഗുലർ ആക്കാൻ നോക്കുക. ഞാൻ പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു ചില കുട്ടികളിൽ ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയതിനു ശേഷം കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും സെക്കൻഡ് ടൈം പീരീഡ്സ് ആവുന്നത്. ചില കുട്ടികൾ 1 വർഷം വരെയും അവർക്ക് ഡിലേ കാണാറുണ്ട്. അപ്പം മിക്ക കേസുകളിലും അങ്ങനെ ഒരു ഡിലേ നോർമൽ ആണെന്നുണ്ടെങ്കിലും കുട്ടികൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് അവർ കഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അവർ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യുവാണ്. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ചേഞ്ചസ് സ്കിന്നിലും കഴുത്തിലും ഒക്കെ ഇങ്ങനത്തെ ചേഞ്ചസ് കാണുന്നുണ്ട്. ഫേഷ്യൽ ഹെയർസ്, പൊതുവേ ബോഡി ഹെയർസ് കുറച്ച് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോർമലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡിലേ നോർമലാണ് എന്ന് കരുതിയിരിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ഒരു സ്കാൻ ചെയ്യോ, അല്ലെങ്കിൽ എന്താണോ അടുത്ത നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത് അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പല കുട്ടികളും ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ അവർ വെയിറ്റ് ഗെയിൻ ചെയ്യുകയും പീരീഡ്സ് ചിലപ്പം ഒരു വർഷം എന്നുള്ളത് 1.5 വർഷമൊക്കെ ഡിലേ ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പല കുട്ടികളിലും ഇങ്ങനെ കുറേ നാൾ പീരീഡ്സ് ഡിലേ ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്കാൻ എടുക്കുമ്പം ഒരു PCO ചേഞ്ചസ് കാണുക സ്കാനിൽ. പിന്നെ അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ കറുത്ത് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അത് ഒരു നോർമൽ ഡിലേ ആണ് എന്ന് കരുതി അത് വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക. ചില കുട്ടികളിൽ ആദ്യമായിട്ടൊക്കെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു PCO പാറ്റേൺ കാണാം, അവരുടെ സ്കാനിൽ കാണാം. പക്ഷേ എന്നാൽ പോലും അത് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതും എത്രയും പെട്ടെന്ന് അവരുടെ പീരീഡ്സ് ഒന്ന് റെഗുലറൈസ് ചെയ്യാനുള്ള മെഡിസിൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ ചേഞ്ചസ്
പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ വെയിറ്റ്, പൊതുവേ ആദ്യമായിട്ടൊക്കെ പീരീഡ്സ് ആയി കഴിയുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ അമ്മമാർ പറയും നന്നായിട്ട് കഴിക്കേണ്ട പ്രായമാണ്, നന്നായിട്ട് കഴിക്കണം എന്നുള്ളത്. പക്ഷേ ഈ കഴിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം കുട്ടികൾ ഹെൽത്തി ആയിട്ടുള്ളതാണ് കഴിക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ജങ്ക് ഫുഡ്സ് ആണ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഫുഡാണ് ഒരുപാട് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഹെൽത്തി അല്ല. അതൊന്നും നമുക്ക് കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴെങ്കിലും വൺസ് ഇൻ എ വൈൽ ഒരു ചേഞ്ചിന് അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. അല്ലാതെ കഴിവതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. അവരുടെ വെയിറ്റ് ഗെയിൻ ചെയ്യും. ആ ഒരു പീരീഡ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ ഗെയിൻ ചെയ്യും. അത് ഒരു പരിധി വരെ നോർമലാണ്. പക്ഷേ അത് അബ്നോർമലി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് അമ്മമാർ ശ്രദ്ധിക്കുക. എപ്പോഴും ആ BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എപ്പോഴും നോർമലാണ് എന്നുള്ള ഒരു കറക്റ്റ് റേഞ്ചിലാണ്, ഒരു നോർമൽ റേഞ്ചിലാണ് എന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തുക. അങ്ങനെ എന്തെങ്കിലും അബ്നോർമലി വെയിറ്റ് ഗെയിൻ ചെയ്യുവാണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക.